ക്രിസ്ത്യാനികൾ തന്നെ പല കമൻറ്റുകളിലും പറയുന്നത് ഇവരുടെയൊക്കെ ഇഷ്ടം പോലെ പണം ഇവരുടെ കാര്യത്തിന് ഉപയോഗിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ കമൻറ്റുകൾ, നിരവധി കമൻറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബിഗ് ടി വി ഉണ്ടല്ലോ, ബിഗ് ടി വിയുടെ അവരുടെ എഡിറ്റേഴ്സ് ചർച്ച, ഇപ്പോൾ ടി വികളൊക്കെ എഡിറ്റർമാരിരുന്നാണല്ലോ ചർച്ച. അപ്പോൾ അതിൽ ബിഗ് ടി വിയിലെ ചർച്ചയിൽ അവരുടെ ജോഷി കുര്യൻ, നേരത്തെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന മിടുക്കനാണ്. ജോഷി കുര്യൻ പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്, ഇനി പ്രാക്ടീസിങ് ക്രിസ്ത്യനാണോ എന്ന് എനിക്കറിയില്ല. ജോഷി കുര്യൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എടുത്ത് പുറത്തിട്ടു. കേരളത്തിൽ വന്നിട്ടുള്ള പണത്തിൻ്റെ ഒരു 40%, അത്രയല്ലേ ഒരു ടി വി ചർച്ചയിൽ പറയാൻ പറ്റുള്ളൂ. ആ കംപ്ലീറ്റ് ലിസ്റ്റ് അങ്ങ് പറയാൻ തുടങ്ങിയാൽ ജോഷി കുര്യൻ മാത്രം സംസാരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ദ വേ ഹി ഹാസ് കളക്റ്റഡ് ഡാറ്റ. ഹി ഈസ് എ ക്രിസ്ത്യൻ. പക്ഷേ ജോഷി കുര്യൻ പറഞ്ഞു, ഇത് അന്യായം, ഇതിന് കണക്ക് കൊടുത്തേ പറ്റുള്ളൂ, നിങ്ങൾ എന്തിനാണ് പരിഭ്രമിക്കുന്നത്? നിങ്ങളെ പരിഭ്രമിപ്പിക്കുന്ന ഒരു വകുപ്പും ഇതിനകത്തില്ല. മതപരിവർത്തനം പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല. എല്ലാ മതവും തുല്യമാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പിന്നെ മാറേണ്ട ആവശ്യം എന്താ? ജനിച്ച മതത്തിലങ്ങ് നിന്നാൽ മതി. ഇത് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവർക്ക് ദണ്ണം വരും. അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് മതപരിവർത്തനം നടത്താനാണ് ഉദ്ദേശം. അതാണ് ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സഭകൾ നടത്തിയ സംഭാവന എന്ന് എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. ഒരു സംഭാവനയും ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസം എക്കാലത്തും ഇവർക്ക് കച്ചവടമായിരുന്നു, ഇപ്പോഴും കച്ചവടമാണ്, എന്നും കച്ചവടമായിരിക്കും. ഇതൊന്നും സൗജന്യമായിട്ട് ചെയ്തതല്ല. ഇവരുടെ ചൂഷണത്തിനെതിരെയാണ് പണ്ട് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നത്. അത് കറക്റ്റായിരുന്നു ആ വിദ്യാഭ്യാസ ബില്ല്. പക്ഷേ വിദ്യാഭ്യാസ ബില്ലടക്കം സഭകൾ നടത്തിയ സമരത്തിൽ പിന്നീട് NSS ചേരുകയും മറ്റ് ഹിന്ദു സംഘടനകളും ഒക്കെ ചേരുകയും ചെയ്തു വിമോചന സമരത്തിൽ. അതിന് അന്യഥാ വേറെ കാരണങ്ങളുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ ഭരണം, അത് ഇതൊക്കെ. അപ്പോൾ ഒരു സമരം ഞാൻ തുടങ്ങി വയ്ക്കുന്നു എൻ്റെ സ്വാർത്ഥ കാര്യത്തിന്. ബട്ട് വൈജിത്തിനും ആ ആളിനോട് ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിന് കാരണം വേറെയാണ്. പക്ഷേ എൻ്റെ സമരത്തിൻ്റെ കൂടെ വൈജിത്ത് ചേരും. വൈജിത്തിന് അറിയാം ഈ ചേട്ടൻ വേറൊരു ആവശ്യത്തിനാണ് സമരം, ഇരിക്കട്ടെ, എന്നാലും ആൾ വേണമല്ലോ. ഇങ്ങനെയാണ് വിമോചന സമരം ഉണ്ടായത്. അല്ലാതെ മുണ്ടശ്ശേരി മാഷിൻ്റെ ബില്ലിനെ ചൊല്ലിയല്ല. ഇവർ നടത്തിക്കൊണ്ടിരുന്ന ചൂഷണം നിർത്തിവെക്കാൻ ഉതകുന്ന ബില്ലായിരുന്നു അത്. ബട്ട് അത് വിമോചന സമരം കഴിഞ്ഞു. EMS പിന്നെ EMS സർക്കാർ പോലും ധൈര്യപ്പെട്ടിട്ടില്ല രണ്ടാമത് ആ ബില്ല് കൊണ്ടുവരാൻ. ആരും ധൈര്യപ്പെട്ടില്ല. കാരണം അതിൽ അധ്യാപക നിയമനവും ശമ്പളവും സർക്കാരിൻ്റെ ഇതിലാക്കിയിരുന്നു മുണ്ടശ്ശേരി. അതിവർക്ക് സമ്മതമായില്ല. പിന്നീടുള്ള രാഷ്ട്രീയക്കാരെന്ത് ചെയ്തു? നിയമനം മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, ശമ്പളം സർക്കാർ തരാമെന്നാക്കി. അങ്ങനെ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരും അത് വിട്ടുകൊടുക്കുകയില്ല. രാഷ്ട്രീയക്കാർക്ക് പണ്ട് കൈപൊള്ളിയതുകൊണ്ട് ഇപ്പോൾ ആരും മിണ്ടില്ല. ഇതാണ് വിദ്യാഭ്യാസ രംഗത്തെ സേവനം. കന്യാസ്ത്രീകൾക്ക് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല, അറിയാമോ? ഈ അടുത്ത കാലത്താണ് ആരോ കോടതിയിൽ പോയിട്ടാണ് അത് നിന്നതല്ല, അത് സർക്കാർ അതിൽ തൊടാൻ പോയില്ല. കന്യാസ്ത്രീകൾ കോളേജിലൊക്കെ ജോലി ചെയ്യുമല്ലോ. അപ്പോൾ UGC സ്കെയിലനുസരിച്ച് ശമ്പളം കന്യാസ്ത്രീക്കും ഉണ്ട്, പക്ഷേ ഇൻകം ടാക്സ് ഇല്ല. അവർ സന്യാസിനിയാണ്. വാസ്തവമാണ്, ആ കന്യാസ്ത്രീയുടെ ശമ്പളം ഇവർ തന്നെ സഭ തന്നെ തട്ടിപ്പറിക്കുക. അതായത് ഈ ശമ്പളം കന്യാസ്ത്രീക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. വലിയ ചൂഷണമാണ് നടക്കുന്നത്. സത്യമല്ലേ? അല്ല എന്ന് ആരെങ്കിലും പറയട്ടെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്കെതിരൊന്നുമല്ല. ഇങ്ങനെ തട്ടിപ്പ് സഭയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ക്രിസ്ത്യാനികൾ തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിലച്ചന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇതിനോട് പ്രതിഷേധമുള്ള പള്ളിയിലച്ചന്മാരുണ്ട്.